മികച്ച രീതിയിൽ ഇറിഗേഷൻ ടൂറിസം പദ്ധതികൾ നടപ്പാക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജലസേചനത്തിനപ്പുറം മികച്ച രീതിയിൽ ഇറിഗേഷൻ ടൂറിസം പദ്ധതികൾ നടപ്പാക്കാൻ ജലവിഭവ വകുപ്പിന് സാധിച്ചെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയാറിന്റെ നവീകരണ പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. ജലവിതരണത്തിനപ്പുറം അതിൽ നിന്ന് വ്യത്യസ്തമായ വരുമാനം കണ്ടെത്തേണ്ടത് വകുപ്പിന്റെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായി നോൺ റവന്യൂ വാട്ടർ എന്ന നിലയിലാണ് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത്. പൈനാവിൽ വാട്ടർ അതോറിറ്റി ഗസ്റ്റ് ഹൌസ്, ഇറിഗേഷൻ മ്യൂസിയം, ഇറിഗേഷൻ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അധിക വരുമാനം എന്ന നിലയ്ക്കാണെന്നും മന്ത്രി വ്യക്തമാക്കി. കട്ടപ്പനയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നഗരസഭയിലെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ഉയർത്തും. റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി 30 കോടി രൂപയാണ് അനുവദിച്ചത്. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന പുളിയൻമല റോഡിന്റെ പുനർനിർമ്മാണത്തിന് 44 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പനയാറിന്റെ ഏകദേശം 6.5 കിലോമീറ്ററോളം ദൂരം ഇരു സൈഡും പാർശ്വഭിത്തികൾ കിട്ടുക, അതോടെ തന്നെ BCBകൾ, ക്രോസ് ബാറുകൾ, ജോണിക്കട ഭാഗത്ത് ഒരു പാലത്തിന്റെ നിർമ്മാണം, ആ നിലയിലെല്ലാം വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഏകദേശം 38-40 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു പദ്ധതിക്കാണ് ഈ പദ്ധതിയിലൂടെ നമുക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ കട്ടപ്പനയിലെ റിംഗ് റോഡുകൾ, ഈ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും അതിൻ്റെ ഭാഗമായി ആ വർക്ക് ടെൻഡർ കഴിഞ്ഞു. ഇനി ടെൻഡർ നടപടികളെ പൂർത്തീകരിച്ച് അത് പ്രാബല്യത്തിലേക്ക് എത്തിയാൽ മതി. ഏകദേശം 30 കോടി രൂപ മുടക്കി ഒരു മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട റോഡുകൾ, അത് PWD റോഡാകണമെന്ന് നിർബന്ധമില്ല, PWD അല്ലാത്ത മുനിസിപ്പാലിറ്റി റോഡുകളും BMBC നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളോട് കൂടിയാണ് ആ വർക്ക് പൂർത്തീകരിക്കുന്നത്. കട്ടപ്പന സർക്കാർ കോളേജ്, ITI, ഹൈടെക് സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, റോഡുകൾ ഇവയെല്ലാം നാട്ടിലുണ്ടായ നൂതന മാറ്റങ്ങളാണ്. അടുത്ത വർഷത്തിനുള്ളിൽ കട്ടപ്പനയിൽ സർക്കാർ ലോ കോളേജും യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരപ്രദേശത്ത് നടപ്പാക്കിയ സൌന്ദര്യവൽക്കരണവും വികസന പ്രവർത്തനങ്ങളും ഗ്രാമീണ മേഖലയിലും നടപ്പാക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കട്ടപ്പനയാറിന്റെ വിവിധ നവീകരണ പ്രവൃത്തികൾക്ക് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 38 കോടി 62 ലക്ഷം രൂപയാണ് പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിലായി 7 വിസിബുകളുടെ നിർമ്മാണം, ജലനിർഗമനം സുഗമമാക്കുന്നതിനും അടിഞ്ഞുകൂടിയ എക്കലും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ, ഏകദേശം 6 കിലോമീറ്റർ നീളത്തിൽ തീരസംരക്ഷണത്തിനായി പാർശ്വഭിത്തി നിർമ്മാണം എന്നിങ്ങനെ കട്ടപ്പനയാറിന്റെ സമഗ്ര പുനരുജ്ജീവനത്തിനുതകുന്ന വിവിധ പ്രവർത്തികളാണ് ജലസേചന വകുപ്പ് മുഖേന നടപ്പാക്കുന്നത്. കൂടാതെ വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായ അഞ്ചുരുളി ഭാഗത്തുള്ള ജോണിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 1 കോടി 80 ലക്ഷം രൂപയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കട്ടപ്പന മുനിസിപ്പാലിറ്റി, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എന്നീ മേഖലകളിലെ ജലസേചനം, ജലവിതരണം, പാരിസ്ഥിതിക സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വികസന വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി കൌൺസിലർ VR സജി അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ റെജി ബിജു, ഷാജി കൂത്തോടി, CR മുരളി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മനോജ് M. തോമസ്, മാത്യു ജോർജ്, VR ശശി, രതീഷ് വർഗമലയിൽ, ജലസേചന വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ കോശി PS, ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു കോട്ടൂർ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG, UKG, പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.